പഴയ ബംഗ്ലാദേശ് അല്ല ഇത്. അവിടെ വലിയൊരു ഡിവൈഡ് ഉണ്ടായിരിക്കുന്നു. വലിയ അഗ്രസീവായിട്ടുള്ളൊരു സ്റ്റാൻഡ് അല്ല താരിഖ് റഹ്മാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്. BNP അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രതിപക്ഷ കക്ഷിയായിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഒരേ അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. BNP അവാമി ലീഗ് ബൈപ്പോളാർ സംഗതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കുറെ കൂടെ വ്യക്തിപരമായ ചില കോൺഫ്ലിക്റ്റ് കൂടെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ ഇത് ഇന്ത്യ എങ്ങനെ എടുക്കും, ഇന്ത്യ ഇക്കാര്യത്തിൽ ഏത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്നതൊക്കെ ആയിരിക്കും തുടർന്നുള്ള ഇതിലെ ചലനം. പക്ഷേ BNPയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് താരിഖ് റഹ്മാന് ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ജോയിൻ ദ സ്റ്റോറിയിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്നതിൻ്റെ പാരലായി രാജ്യത്തിന് തൊട്ടടുത്ത് രാജ്യത്തിൻ്റെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലും ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ റിസൾട്ട് വന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബംഗ്ലാദേശിൽ വീണ്ടും അധികാരത്തിൽ വരുന്നു. നേരത്തെ ഖാലിദാസിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട് ബംഗ്ലാദേശിൽ. അതിനുശേഷം അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ 2009 മുതൽ 2024 വരെ ഭരണം നടന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ. ആ ഭരണം നടക്കുന്നതിനിടെ ആ ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമുയരുകയും പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധമുയരുകയും ജൻസി പ്രൊട്ടസ്റ്റാണ് അവിടെ അരങ്ങേറിയത്. അതിനെ ട്രിഗർ ചെയ്തൊരു ഘടകം എന്ന് പറയുന്നത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ, ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആളുകളുടെ ബന്ധുക്കൾക്ക് അവിടുത്തെ സർക്കാർ ജോലികളിൽ സംവരണം നേരത്തെ മുതലുണ്ടായിരുന്നു. അത് കോടതി വഴി വീണ്ടും നടപ്പാക്കപ്പെടുകയും ചെയ്തതിനോടുള്ള പ്രതിഷേധം എന്നുള്ള നിലയിലാണ് അവിടെ ജൻസിയുടെ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരുന്നത്. ആ പ്രൊട്ടസ്റ്റിനൊടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വരുന്നു. അവർ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ടെത്തുകയും ആ സർക്കാർ നിലംപതിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ ഒരു താൽക്കാലിക ഭരണകൂടം വന്നു. ആ ഭരണകൂടത്തിൻ്റെ തുടർച്ചയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വരുന്നു. ജൻസി പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി നിന്ന് യുവാക്കളുടെ നേതൃത്വത്തിലുണ്ടാക്കിയ നാഷണൽ സിറ്റിസൺ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും സംയുക്തമായാണ്, ഒരു സഖ്യമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ 70 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇതാണ് അവിടെ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് ദീർഘകാലമായി അവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. അത് ബംഗ്ലാദേശ് രൂപവൽക്കരണ സമയത്തുണ്ടായ രാഷ്ട്രീയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തുടർച്ചയിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിലുള്ള ആളുകൾ ബംഗ്ലാദേശിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്തു എന്നും പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം നിന്നുകൊണ്ട് വലിയ ക്രൂരതകൾക്ക് കൂട്ടുനിന്നു എന്നും ആരോപിക്കപ്പെട്ടിരുന്നു. അതിൽ ആരോപണ വിധേയരായ ജമാഅത്ത് നേതാക്കളെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് പലരെയും തൂക്കിലേറ്റിയിരുന്നു. വിചാരണ ചെയ്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തൂക്കിലേറ്റിയ സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സിറ്റീസ് അവിടെയുണ്ട്. അതിനോടൊപ്പം ഇന്ത്യയുമായി വലിയ ബന്ധം ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശിനുണ്ടായിരുന്നു. ഇന്ത്യയുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതാണ്ട് 4000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും ഒരു ട്രാൻസിറ്റ് റൂട്ടായി ബംഗ്ലാദേശിലൂടെയുള്ള പാതകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്താണ്. ഷെയ്ഖ് ഹസീനയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും വലിയ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പല വ്യാപാര കരാറുകളിലും ഈ കാലയളവിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പിട്ടിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കെ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. ബംഗ്ലാദേശ് രാഷ്ട്രീയം നമുക്ക് പരിചിതവുമാണ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇപ്പോൾ അവാമി ലീഗിന് അവിടെ മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ഇടക്കാല സർക്കാർ അവാമി ലീഗിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അർഹതയില്ല എന്ന് പ്രഖ്യാപിച്ചു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയത്തിലാണ്. അവാമി ലീഗിൻ്റെ പല നേതാക്കളും രാജ്യത്തിന് പുറത്താണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ബഷീറിന് എന്താ തോന്നുന്നത്? അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് മാത്രമല്ല, അവർ തെരഞ്ഞെടുപ്പ് ബോയ്ക്കോട്ട് ചെയ്യാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. യഥാർത്ഥത്തിൽ ഒരു 40, 45, 50% താഴെ മാത്രമേ വോട്ടിംഗ് ടേൺ ഔട്ട് ഉണ്ടാകൂ എന്നാണ് നേരത്തെ ഇൻ്റർനാഷണൽ മീഡിയ കണക്കാക്കിയിരുന്നത്. എന്നാൽ 60% മേലെ വോട്ടർമാർ ബംഗ്ലാദേശിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവാമി ലീഗിൻ്റെ ഭാഗം, അവാമി ലീഗിനെ ജനങ്ങൾ ഉപേക്ഷിച്ച് വോട്ടെടുപ്പിൽ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ കരുതാം ഇതിൻ്റെ വോട്ടർ ടേൺ ഔട്ട് വെച്ച് നോക്കുമ്പോൾ. ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ശക്തി കൂടി എന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി കൂടി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. ജമാഅത്തിൻ്റെ അവിടുത്തെ ഹിസ്റ്ററി പരിശോധിച്ചാൽ പല ഘട്ടങ്ങളുണ്ടായി. നിരോധനങ്ങളുണ്ടായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. മിലിറ്ററി ഭരണത്തോടൊപ്പം ജമാഅത്ത് പാകിസ്ഥാനിൽ ചെയ്ത പോലെ സഹകരിച്ചു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഡെമോക്രാറ്റിക് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ്, ഇതിനു മുമ്പ് 20ഓളം സീറ്റ് ജമാഅത്ത് ഇസ്ലാമി മുൻ ഇലക്ഷനിൽ നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തേതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവരുടെ പൊസിഷൻ. യഥാർത്ഥത്തിൽ ഒറ്റയ്ക്ക് നേടിയതല്ല, ഈ പറയുന്ന സഖ്യകക്ഷികൾ ഏതാണ്ട് ഒരുപാട് സഖ്യകക്ഷികളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജെൻസി കുട്ടികൾ ഉണ്ടാക്കിയ പാർട്ടി NCP, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, അതോടൊപ്പം ഖിലാഫത്ത് മജ്ലിസ് എന്ന വേറൊരു പാർട്ടിയുണ്ട്. ഇങ്ങനെ പല പാർട്ടികൾ ചേർന്നുള്ളൊരു സഖ്യമാണത്. ഈ സഖ്യത്തിനുള്ള മൊത്തം വോട്ടാണ് ജമാഅത്ത് അനുകൂല വോട്ടായി കണക്കാക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും സെക്യുലറായ ഫോഴ്സ് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നു. ഏറ്റവും സെക്യുലർ, കോൺസ്റ്റിറ്റ്യൂഷണലി സെക്യുലറാണ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് കാരണമായ ആ പൊളിറ്റിക്കൽ ഫോഴ്സ് തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നു. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന, അതോടൊപ്പം മുസ്ലിം രാഷ്ട്രീയ സ്വത്വത്തെ കൂടി ഉയർത്തിപ്പിടിക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം, ശരീഅത്ത് നിയമം നടപ്പിലാക്കലാണ് ആത്യന്തികമായി ചെയ്യേണ്ടത് എന്ന് പറയുന്ന പാർട്ടികളുടെ ഒരു സഖ്യം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന സഖ്യം. അതിൽ മറ്റ് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പാർട്ടികൾ കൂടിയുണ്ട്. ഈ സഖ്യം ഓപ്പോസിഷൻ പാർട്ടിയായി അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യമായി വരുന്നു. ഇതാണിപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ വളരെ പെട്ടെന്ന് തന്നെ ലോകരാജ്യങ്ങളിൽ ആദ്യം ഈ ജനവിധിയെ സ്വാഗതം ചെയ്തത് നരേന്ദ്രമോദിയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയ പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന താരിഖ് റഹ്മാൻ, ഉറപ്പായും പ്രധാനമന്ത്രിയാവുന്ന താരിഖ് റഹ്മാനെ അഭിനന്ദിക്കുന്ന ആദ്യത്തെ ലോക നേതാവ് ഒരുപക്ഷെ മോദിയാണ്. അത് വളരെ കാറ്റഗോറിക്കലായി, വളരെ സ്പെസിഫിക് ആയിട്ടാണ് വലിയ തോതിലുള്ള സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരു പുതുയുഗം ബംഗ്ലാദേശിനും അല്ലെങ്കിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന സൗഹൃദം തുടരുന്ന മട്ടിൽ അതിന് ഈ രാഷ്ട്രീയ മാറ്റം ബാധകമാകില്ല എന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ലോകത്തെ പല രാജ്യങ്ങളും അതിനെ സ്വാഗതം ചെയ്ത് അഭിനന്ദനം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഷെയ്ഖ് ഹസീന, സ്ഥാപക അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ മകൾ ഷെയ്ഖ് ഹസീന, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകൾ ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ അഭയത്തിലാണ്. വെറുതെ രാഷ്ട്രീയ അഭയം നൽകുകയല്ല ചെയ്തത്. രാഷ്ട്രീയ അഭയാർത്ഥിയായി ഇവിടെ എത്തിയതിനു ശേഷം ബംഗ്ലാദേശിലെ ഒരു ട്രൈബ്യൂണൽ അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ആ വധശിക്ഷ നടപ്പാക്കാൻ ഹസീനയെ വിട്ടുകൊടുക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുന്നു. അതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവരെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ അഭിപ്രായം. പക്ഷേ പുതിയ മാറ്റത്തിൽ ഇപ്പോൾ അവിടുത്തെ BNP അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പ്രതിപക്ഷ കക്ഷിയായിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന കാര്യത്തിൽ രണ്ട് കൂട്ടർക്കും ഒരേ അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. ഇത് ഇന്ത്യ എങ്ങനെ എടുക്കും, ഇന്ത്യ ഇക്കാര്യത്തിൽ ഏത് നിലപാടാണ് എടുക്കാൻ പോകുന്നത് എന്നതൊക്കെ ആയിരിക്കും തുടർന്നുള്ള ഇതിലെ ചലനം. ഏതായാലും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ സെക്യുലർ ഫോഴ്സ് പൂർണ്ണമായും മാറുകയും സ്വത്വ രാഷ്ട്രീയവാദികൾ അധികാരത്തിൽ വരികയും ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയ ചിന്താഗതിക്കാർ പ്രതിപക്ഷത്തെത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ ഇന്ത്യയിലും പാകിസ്ഥാനിലും പല കാലങ്ങളിലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു തുടർച്ച പോലെ അതിനെക്കുറിച്ച് പറയാം. കാരണം ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ പൊതുവിൽ വിശേഷിപ്പിക്കുന്ന ഒരു സെൻട്രിസ്റ്റ് റൈറ്റ് പാർട്ടി എന്നുള്ള മട്ടിലാണ്. ബംഗ്ലാദേശ് ദേശീയതയാണ് അവരുടെ പ്രധാന അജണ്ട. നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ തീവ്ര ദേശീയത മുഖ്യ ആയുധമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പ്രധാനപ്പെട്ട ഒരു ടൂളാക്കിക്കൊണ്ടോ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി ഇവിടെ ഇരിക്കെ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള
ഇവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക തീവ്ര വലതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഫോർമേഷൻ നമ്മൾ കാണുന്നതെങ്കിൽ അത്രയും തീവ്രമല്ലെങ്കിൽ പോലും ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ളൊരു പാർട്ടി ബംഗ്ലാദേശ് അതിൻ്റെ കടന്നുവരവും അങ്ങനെയായിരുന്നു. ഇപ്പോൾ 1971 ബംഗ്ലാദേശ് പിറന്നതിന് ശേഷം പിറക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറാണ്, അല്ലെങ്കിൽ ഒരു മതേതര ഗവൺമെൻറ്റാണ് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത്. 1975 മുജീബ് റഹ്മാൻ്റെ വധത്തിന് ശേഷം പട്ടാള ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇദ്ദേഹമാണ് സിയാവുർ റഹ്മാൻ അതിന് മുൻകൈ എടുക്കുന്നത്. ഖാലിദ സിയയുടെ ഭർത്താവും ഇപ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന അവരുടെ അച്ഛനുമായ സിയാവുർ റഹ്മാനാണ്. സിയാവുർ റഹ്മാൻ പക്ഷേ യഥാർത്ഥത്തിൽ ആ മിലിറ്ററി ഭരണത്തിനോടൊപ്പം ഇസ്ലാമിക് ഐഡൻറ്റിറ്റി കൂടി പാകിസ്ഥാനിൽ സംഭവിച്ച അതേ മാതൃകയിൽ ഇസ്ലാമിക് ഐഡൻറ്റിറ്റി കൂടി ചെലുത്താൻ ശ്രമിക്കുകയും പിന്നീട് 1991 മറ്റോ ലെജിറ്റിമേറ്റായിട്ട് ഡെമോക്രാറ്റിക് മാതൃകയിൽ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ആദ്യം പട്ടാളം ഭരണമായിട്ടാണ് ഈ BNPയുടെ ആദ്യ രൂപം അല്ലെങ്കിൽ സിയാവുർ റഹ്മാൻ അധികാരത്തിൽ വന്നത്. അതിനുശേഷം പിന്നീട് അത് ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ ലെജിറ്റിമൈസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ കാലങ്ങളായി അവിടെ രണ്ട് പാർട്ടികൾ BNPയും അവാമി ലീഗും എന്നൊരു ബൈപ്പോളർ സംഗതി ഉണ്ടായിരുന്നു. അതിനിടയിൽ നിരോധിക്കപ്പെട്ടും ഒളിവിൽ പ്രവർത്തിച്ചുമൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ അവാമി ലീഗ് പൂർണ്ണമായും മാറിയിരിക്കുന്നു. BNPയും അതോടൊപ്പം ജമാഅത്ത് നേതൃത്വം നൽകുന്ന സഖ്യവും രംഗത്തേക്ക് വന്നിരിക്കുന്നു. അതാണ് പൊതുവായി സംഭവിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ പറയുന്ന BNP അവാമി ലീഗ് ബൈപ്പോളാർ സംഗതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കുറെ കൂടെ വ്യക്തിപരമായ ചില കോൺഫ്ലിക്റ്റ് കൂടെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ സിയാവുർ റഹ്മാൻ്റെ കാര്യം പറഞ്ഞു, അതായത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് രീതിയിലേക്ക് ബംഗ്ലാദേശിനെ രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് സിയാവുർ റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പ്രവർത്തിച്ചത്. അതിനുശേഷം ഡെമോക്രാറ്റിക് രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സമയത്തും ആ നയം തന്നെ അവർ പിന്തുടർന്നിരുന്നു. പിൽക്കാലത്ത് ഈ BNPയുടെ നേതൃത്വത്തിലേക്ക് ഈ സിയാവുർ റഹ്മാൻ്റെ ഭാര്യ ഖാലിദ സിയ വരുന്നു. ഇപ്പുറത്ത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീന അവാമി ലീഗിൻ്റെ ലീഡർഷിപ്പിലേക്കും വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു പോര് കൂടിയാണ്. അല്ലെങ്കിൽ ഇലക്ട്രൽ ഫീൽഡിൽ നമ്മൾ കാണുന്നത് BNP ലോകരാഷ്ട്രീയത്തിൽ തന്നെ അതൊരു വലിയ കാഴ്ചയായിരുന്നു. രണ്ട് വനിതാ നേതാക്കൾ തമ്മിലുള്ള ദീർഘമായ പോര്. അതിൽ ഏറ്റവും കൗതുകം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലാണ് ആദ്യമായിട്ട് ഒരു മുസ്ലിം വനിത ഒരുപക്ഷെ രാഷ്ട്ര നേതൃത്വത്തിലേക്ക് വരുന്നത് ഖാലിദ സിയാണ്. അതിനുശേഷമാണ് ഷെയ്ഖ് ഹസീന വരുന്നത്. പക്ഷേ ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള വലിയ പോരാട്ടം, വലിയ യുദ്ധം നമ്മൾ കാണുന്നുണ്ട്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള യുദ്ധം, രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള മത്സരം, ഇതൊക്കെ നടക്കുമ്പോഴും രണ്ട് ലീഡർഷിപ്പിലുള്ള വനിതകൾ തമ്മിലുള്ള മത്സരം കൂടിയായിട്ട് നമ്മളതിനെ കാണുന്നുണ്ട്. പിന്നീട് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷം അഴിമതി കുറ്റം ആരോപിച്ചുകൊണ്ട് ഖാലിദ സിയെ ദീർഘകാലം ജയിലിലിട്ടിരുന്നു. അവരെ വിചാരണ ചെയ്തു, ശിക്ഷിച്ചു. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവരെ വീട്ടുതടങ്കലിൽ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന റൈവൽറി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഖാലിദ സിയയുടെയും ഷെയ്ഖ് ഹസീനയുടെയും റൈവൽറി ഒരു പക്ഷേ ഇനിയും അടുത്ത തലമുറ തുടരാനുള്ളൊരു സാധ്യത, ഒരു പക്ഷേ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ഖാലിദ സിയയുടെ മകൻ അതേ ആറ്റിറ്റ്യൂഡ് തുടരാനുള്ളൊരു സാധ്യത അവിടെ നിൽക്കുന്നു. ഈ താരിഖ് റഹ്മാൻ്റെ കാര്യത്തിൽ ഖാലിദ സിയയുടെ ഭരണകൂടത്തിൽ താരിഖ് റഹ്മാന് നേരിട്ട് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഖാലിദ സിയയ്ക്ക് ശേഷം ഷെയ്ഖ് ഹസീന ഇതേക്കുറിച്ചൊരു അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ താരിഖ് റഹ്മാൻ്റെ പങ്കുകൂടി വെളിവാക്കുന്ന വിധത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകളാണ് വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ക്ലെപ്റ്റോക്രാറ്റിക് സർക്കാരിൻ്റെ ഭാഗമായിരുന്നു എന്ന ഒരു പരാമർശമാണ് ആ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ വെച്ച് കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായി. അതിനുശേഷം ലണ്ടനിൽ ചികിത്സയ്ക്ക് അനുമതി നൽകി ലണ്ടനിലേക്ക് പോയി. ലണ്ടനിലേക്ക് അദ്ദേഹം ചികിത്സയ്ക്ക് പോകുമ്പോൾ വീൽ ചെയറിലാണ് വിമാനത്തിലേക്ക് കയറിയത്. അത്രക്ക് പീഡനം അല്ലെങ്കിൽ മർദ്ദനം അനുഭവിച്ചിരുന്നു ജയിലിൽ. പിന്നീട് അദ്ദേഹം ചികിത്സയ്ക്ക് പോയതിനു ശേഷം അദ്ദേഹം തിരിച്ചു വന്നില്ല. തിരിച്ചു വരാൻ നിയമപരമായ തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം സ്വയം ഒരു പ്രവാസ ജീവിതം സ്വീകരിച്ച് അവിടെ വളരെ ലണ്ടൻ പരിസരത്ത്, അതിൻ്റെ സബർബൻ പരിസരത്ത് ജീവിക്കുകയാണ് ചെയ്തത്. 17 കൊല്ലം അദ്ദേഹം പുറം രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയോ വെർച്വലി ഇടപെടുകയോ ചെയ്യുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഇപ്പോൾ ഈ ഖാലിദ സിയയുടെ അതേ നിലപാടുകൾ താരിഖ് റഹ്മാൻ തുടരുമോ എന്ന ചോദ്യത്തിന് ഗാർഡിയൻ പത്രത്തിൽ അദ്ദേഹം നൽകിയൊരു അഭിമുഖം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു. അതിൽ വളരെ സ്പെസിഫിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
അദ്ദേഹം പറയുന്ന ഉത്തരം തൻ്റെ അമ്മ സർക്കാരിൻ്റെ തൻ്റെ അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സർക്കാരിൻ്റെ കാലത്തുണ്ടായ കുറ്റകൃത്യങ്ങളെപ്പോലും ഓണപ്പ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരുപക്ഷെ 17 വർഷക്കാലം പ്രവാസ ജീവിതം, അതും ലണ്ടൻ പോലുള്ള ഒരു നഗരത്തിൻ്റെ പരിസരത്ത് ജീവിച്ചതിൻ്റെ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ കാണാം എന്നാണ്. അദ്ദേഹം മെല്ലോ ഡൗൺ ആയിട്ടുണ്ട് എന്നാണ് ഗാർഡിയൻ എഴുതുന്നത്. അതായത് ഖാലിദ സിയയുടെ അല്ലെങ്കിൽ BNPയുടെ പഴയ വേർഷൻ്റെ അതേ നിലപാടുകൾ തന്നെ ആയിരിക്കില്ല അദ്ദേഹം എടുക്കാൻ പോകുന്നത് എന്ന സൂചന അദ്ദേഹവുമായുള്ള സംസാരത്തിലുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അല്ല താരിഖ് റഹ്മാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്. വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള, വളരെ മൈൽഡായിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തത് പോലും ഭയങ്കര എന്താ പറയുക, രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള പ്രസംഗങ്ങളിലൂടെ ആയിരുന്നില്ല. ഒരു ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉടനീളം സംസാരിച്ചത്. അപ്പോൾ ഒരുപക്ഷെ ഖാലിദ സിയ സ്വീകരിച്ചിരുന്ന അത്രത്തോളം രൂക്ഷമായിട്ടുള്ള നിലപാടുകൾ താരിഖ് അദ്ദേഹം സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യം വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ പോലും ഈ താരിഖ് റഹ്മാൻ്റെ മുമ്പിൽ ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവാമി ലീഗിൻ്റെ നേതാവായിരുന്ന ഖാലിദ സിയെ വിചാരണ ചെയ്ത് ജയിലിലടച്ച താരിഖ് റഹ്മാനെ വിചാരണ ചെയ്ത് ജയിലിലടക്കുകയും പിന്നീട് പ്രവാസത്തിലേക്ക് പോകാൻ നിർബന്ധിക്കുകയും ചെയ്ത ഒരു നേതാവ് ഇന്ത്യ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ റെഫ്യൂജിയെ പോലെ കഴിയുന്നു എന്നുള്ളൊരു പ്രോബ്ലം അവിടെയുണ്ട്. ആ കാര്യത്തിൽ എന്ത് നിലപാട് അദ്ദേഹം എടുക്കും എന്നുള്ളത് കാത്തിരുന്ന് ഇതുവരെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ മാത്രമാണ് അദ്ദേഹം 17 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ബംഗ്ലാദേശിലെത്തിയത്. അദ്ദേഹം വന്ന 5-ാമത്തെ ദിവസം ഖാലിദ സിയ, അദ്ദേഹത്തിൻ്റെ അമ്മ, മരിച്ചു പോവുകയും ചെയ്തു. എനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യം, അദ്ദേഹം തൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ BNP വീണ്ടും അധികാരത്തിലെത്തിയാൽ ആഴ്ചയിലൊരിക്കൽ വേസ്റ്റ് പെറുക്കുന്ന ഒരു പ്രോജക്റ്റ് നടപ്പാക്കും എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ ലണ്ടൻ ജീവിതത്തിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ലോക പരിചയത്തിൽ നിന്നും ഉണ്ടായ ഒരു മാനസാന്തരമാകാം. ബംഗ്ലാദേശിൽ അടിയന്തിരമായി ചെയ്യേണ്ടത് രാഷ്ട്രീയമായ പ്രതികാര നടപടികളല്ല, മറിച്ച് വേസ്റ്റ് പെറുക്കുക പോലെയുള്ള സിവിക്കായ കാര്യങ്ങളാണ് എന്നൊരു തോന്നലുള്ള ഭരണാധികാരിയാണ് ഒരുപക്ഷെ താരിഖ് റഹ്മാൻ വരാൻ പോകുന്നത്. അങ്ങനെയാണോ ഈ ഫാർ റൈറ്റ് മൂവ്മെൻറ്റുകളുടെ ഭാഗമായി ലീഡേഴ്സ് നടപ്പാക്കുന്ന ചില ഗിമ്മിക്കുകളാണോ എന്ന് വരെ നമ്മൾ സംശയിക്കണം. കാരണം നമ്മൾ ഇതേ പ്രക്രിയ ഇവിടെയും കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പലകുറി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ ബീച്ചിൽ, മറീന ബീച്ചിൽ വേസ്റ്റ് പെറുക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയുടെ തെരുവുകളിൽ ചൂലുകൊണ്ട് അടിച്ചു വരുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു സിവിക് ബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യമാണോ, പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അന്നും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ വെൻഡറ്റയെക്കുറിച്ച് ചോദിക്കുന്നിടത്ത്, നിങ്ങളുടെ അമ്മ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നിടത്ത് ഞാനത് അംഗീകരിക്കാതിരിക്കുന്നില്ല, അത് അംഗീകരിക്കാതിരിക്കുന്നത് ഒന്നിനും പരിഹാരമാകില്ല എന്നൊരു മറുപടിയാണ് ഗാർഡിയന് താരിഖ് റഹ്മാൻ നൽകുന്നത്. ഇതുകൂടി വെച്ചാണ് ഞാൻ പറയുന്നത്, അല്പം മെല്ലോ ഡൗൺ ആയ, കുറച്ചുകൂടി ലോകത്തെ കണ്ടിട്ടുള്ള ഒരു ഭരണാധികാരിയെയാണോ ഒരുപക്ഷെ ബംഗ്ലാദേശിന് ലഭിക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ BNPയുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് താരിഖ് റഹ്മാന് ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ BNPക്ക് ഈ പറയുന്ന ഒരു സ്വത്വത്തിൽ അധിഷ്ഠിതമായ ദേശീയത എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ അവാമി ലീഗിനെ അപ്രൂവ് ചെയ്യാൻ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയിലും അതിന് ജമാഅത്തെ ഇസ്ലാമി വലിയ തോതിൽ ആ പ്രക്ഷോഭത്തെ പിന്തുണച്ചിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ചതും ഇതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ചില ആശയങ്ങളാണ്. അപ്പോൾ ഈ ആശയങ്ങളുടെ ഒരു പരിസരം ബംഗ്ലാദേശിൻ്റെ സമൂഹത്തിലും രാഷ്ട്രീയ സിറ്റുവേഷനിലും ഉണ്ടല്ലോ. അപ്പോൾ അത് മറന്നുകൊണ്ട് അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതേസമയം നയപരമായി അങ്ങനെ ആയിരിക്കാം. അതെ, അതേസമയം ഈ ജൻസി പ്രക്ഷോഭത്തിൽ ഉന്നയിക്കപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായിരുന്നു. ഗവൺമെൻറ് ജോലികളിൽ ഈ കൊടുക്കുന്ന സംവരണം, അത് ഒരു എന്താ പറയുക, സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുക്കുന്ന ഒരു സംവരണം എന്നുള്ള നിലയിൽ അതിനെ കണ്ടിരുന്നു. അതൊരു പരിധിവരെ ശരിയുമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുന്നയിച്ചിരുന്നു. പുതിയ വികസന മാതൃകകളെക്കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഓഫ് ലൈറ്റ് ആ സമരം മുന്നോട്ട് പോയതും ഷെയ്ഖ് ഹസീന ഭരണകൂടം ഇല്ലാതായതും. അപ്പോൾ ഒരു ഭാഗത്ത് ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യണം, ഒരു ഭാഗത്ത് BNPയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണം. ഈ ക്രൈസിസ് ഒരുപക്ഷെ താരിഖ് റഹ്മാൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. താരിഖ് റഹ്മാൻ്റെ പിതാവ് സിയാവുർ റഹ്മാൻ പട്ടാളത്തിൻ്റെ പിന്തുണയോടുകൂടി അധികാരം
എടുത്ത ബംഗ്ലാദേശ് അല്ല ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നേതൃത്വത്തിൽ BNP ഭരണകാലം കുറേ കാലമുണ്ടായിരുന്നു. ആ കാലവുമല്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ബംഗ്ലാദേശിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ലോകത്ത് പല പല പ്രദേശങ്ങളിലും പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമാണ്. പക്ഷേ ആ പുതിയ തലമുറയുടെ രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന പ്രശ്നവും അവിടെയുണ്ട്. ഇപ്പോൾ ഈ NCP എന്ന പാർട്ടി അവിടുത്തെ കുട്ടികളുണ്ടാക്കിയ പാർട്ടിയാണ്. വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നു അവിടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നടന്ന ഒരു പ്രക്ഷോഭത്തിൽ, ഒന്നിച്ച് ഉണ്ടാക്കിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഉണ്ടായൊരു പാർട്ടിയാണ് ഇത്. പക്ഷേ ഈ NCP ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേർന്നപ്പോൾ അവർ അതിൽ ആ നേതൃത്വത്തിലുള്ള സ്ത്രീകളോട് പോലും ആലോചിക്കാതെ ഈ സഖ്യം ചേർന്നു എന്ന ആരോപണമാണ് വരുന്നത്. അതിനുശേഷം അതിൽ നിന്ന് കൂട്ടത്തോടെ പെൺകുട്ടികൾ ഒഴിഞ്ഞുപോയി. ആൺകുട്ടികളുടെ മാത്രം ഒരു പാർട്ടിയായി NCP മാറി. ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ ഒരൊറ്റ വനിതാ സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. NCP 4-5 വനിതാ സ്ഥാനാർത്ഥികളെ NCP നിർത്തിയിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ 200-300 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് അപകടം ചെയ്യും എന്ന് അൽ ജസീറക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ, ഷഫീഖുർ റഹ്മാൻ്റെ അഭിമുഖത്തിൽ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് അപകടകരമാണ് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ ഇടക്കാല സർക്കാർ ഒരു വനിതാ ഇക്വിറ്റി കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു വനിതാ കമ്മീഷന്. പക്ഷേ ആ കമ്മീഷനെ നിയോഗിക്കുന്നതിനെതിരെ ഇവർ എല്ലാവരും ചേർന്ന് പ്രതിഷേധം നടത്തി അത് അവസാനിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ പഴയ ബംഗ്ലാദേശ് അല്ല ഇത്. അവിടെ വലിയൊരു ഡിവൈഡ് ഉണ്ടായിരിക്കുന്നു. ഡിവൈഡ് ഈ മതപരതയും മോഡേണിറ്റിയും തമ്മിലുള്ള ഒരു ഡിവൈഡാണ്. അതിൽ പുതിയ തലമുറ മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്ന ജനവിധിയാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ലോകപരിചയമുള്ള നേതാവ് എന്ന നിലയിൽ താരിഖ് റഹ്മാൻ ആ വഴിയിലുള്ള നയങ്ങൾ കൂടി നടപ്പാക്കാനുള്ള സാധ്യത പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, അത് പറയുമ്പോൾ ഒരു കൗതുകം കൂടി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞൊരു 2024 മുതൽ പുറകോട്ടെടുത്ത് കഴിഞ്ഞാൽ 1996 മുതൽ 2024 വരെയുള്ളൊരു സമയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സമയം മുഴുവൻ ബംഗ്ലാദേശ് ഭരിച്ചത് വനിതാ നേതാക്കളായിരുന്നു. ആദ്യം ഖാലിദ സിയ, പിന്നീട് ഷെയ്ഖ് ഹസീന, വീണ്ടും ഖാലിദ സിയ കുറച്ചു കാലത്തേക്ക്, പിന്നീട് ഷെയ്ഖ് ഹസീന 2009 മുതൽ 2024 പുറത്താക്കപ്പെടുന്നത് വരെ ഭരിച്ചത് വനിതാ നേതാക്കളായിരുന്നു. അങ്ങനെ ഭരിച്ച ഒരു സംസ്ഥാനത്ത് വന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് വനിതാ നേതാക്കൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ ദോഷമുണ്ടാകും എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വനിതാ നേതാക്കൾ അധികാരത്തിൽ വന്നാൽ ദോഷമുണ്ടാകും എന്ന് അൽ ജസീറയുടെ അഭിമുഖത്തിൽ പറയുന്നു. അതിന് തൊട്ടു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വന്നത്. അത് അദ്ദേഹം നിഷേധിച്ചു. തൻ്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ലോകമാധ്യമങ്ങൾ അതിപ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹം ഡിലീറ്റ് ചെയ്തു ആ മെസ്സേജ് എന്ന് പറയുന്നതല്ലാതെ, അത് ഡിസ്ക്ലെയിം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയുന്നില്ല. അതിലദ്ദേഹം പറഞ്ഞത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകളാണ് എന്നാണ്. അതോടൊപ്പം 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വേറെ സമാനമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. മാരിറ്റൽ റേപ്പ് എന്നത് അങ്ങനെയൊന്നില്ല, അത് നിയമവിധേയമാണ് എന്ന് പറയുന്ന തരത്തിൽ അസാൻമാർഗികളായ സ്ത്രീകളാണ് റേപ്പിന് വിധേയമാവുക എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നേതാവ് പറയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നമുക്ക് സമാനതകൾ കിട്ടുന്ന തരത്തിലുള്ളൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ രാഷ്ട്രീയ ശക്തിക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് അതിൻ്റെ പ്രതിപക്ഷ സ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിരിക്കുന്നത്. ആ നിലക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും ശക്തി ആർജിച്ച, പാർലമെൻ്ററി ലെവലിൽ ഏറ്റവും ശക്തി ആർജിച്ച സമയം ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലൊക്കെയുള്ള ആശങ്കകൾ അവിടെ തന്നെ ഉണ്ട്. അല്ല, ആ ആശങ്കകൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ ജൻസി പ്രക്ഷോഭത്തിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പുതിയ ചെറുപ്പക്കാർ അവർ പുതിയ കാലത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊരു ഭാഗത്തുണ്ട്. അവരാണ് വലിയ ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ചാൽ ഈ വോട്ടർ ടേൺ ഔട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു കണക്കൂടെ പറയുന്നുണ്ട്. ഈ 60% വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുമ്പോൾ അതിൽ വോട്ട് ചെയ്തതിൽ ഭൂരിഭാഗവും ഏതാണ്ട് 37 മുതൽ 40 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത ആളുകൾ എന്ന് പറയുന്നുണ്ട്. ആ 40 വയസ്സിൽ താഴെയുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ട് BNPക്ക് 300 സീറ്റിൽ, അതിലൊരു സീറ്റിൽ വോട്ടെടുപ്പ് നടന്നിട്ടില്ല, ഈ 300 സീറ്റിൽ 212 സീറ്റ് അധികാരത്തിൽ കൊടുക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏക പാർട്ടി ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ
എന്നൊരു മെസ്സേജാണല്ലോ അവിടെയാണ് ഈ അവാമി ലീഗിൻ്റെ അസാന്നിധ്യം ഒരു വാക്വമായി നിൽക്കുന്നത്. കുട്ടികൾക്ക് മുമ്പിൽ മീൻസ് വോട്ടർമാർക്ക് മുമ്പിൽ യഥാർത്ഥത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു സ്വത്വരാഷ്ട്രീയ പാർട്ടി, അതല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് പാർട്ടിയും ഒരു ഇസ്ലാമിസ്റ്റ് പാർട്ടിയും അലയൻസും, ഈ രണ്ട് ചോയ്സാണ് അവർക്ക് മുമ്പിൽ നൽകിയത്. ഇതിൽ അപകടകരമായ കാര്യം, ചരിത്രത്തിലുടനീളം ഇസ്ലാമിക് സെൻറ്റിമെൻസിനെ അധികാരം നിലനിർത്താനോ അധികാരത്തിൽ കയറാനോ വേണ്ടി ദുരുപയോഗം ചെയ്ത ചരിത്രമുണ്ട് BNPക്ക്. ഇപ്പുറത്ത് പ്രതിപക്ഷമായി നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനിലൊക്കെ കണ്ടതുപോലെ ഒരു മതരാഷ്ട്രത്തിൻ്റെ സ്വഭാവമുള്ള ഒരു രാജ്യത്തിലേക്ക് ഈ രണ്ട് രാഷ്ട്രീയ ശക്തികൾ ചേർന്ന് ബംഗ്ലാദേശിനെ കൊണ്ടുപോയി കൂടായികയുമില്ല. അങ്ങനെ ഒരു സാധ്യത കൂടി അവിടുത്തെ സെക്യുലർ ഫോഴ്സ് പൂർണ്ണമായും പുറത്താണ്. വേറൊരു കൗതുകം പറഞ്ഞു കഴിഞ്ഞാൽ, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുകയും എന്നാൽ ഒരു മതരാഷ്ട്രത്തിൻ്റെ എല്ലാ ഛായകളും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്തിലെ സിറ്റുവേഷൻ ഒരു പക്ഷേ വരും കാലത്ത് ബംഗ്ലാദേശിലും കണ്ടേക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്താണ് പ്രധാനമന്ത്രി പോയി ഒരു രാമക്ഷേത്രത്തിന് പൂജാകർമ്മം ചെയ്തു കൊടുക്കുന്നത്, ശിലയിടാൻ. പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് മതപരമായ ചടങ്ങുകളിലൂടെ നടത്താൻ തീരുമാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ദേ മാതരം എന്ന് പറയുന്ന അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ച 2 സ്റ്റാൻസയ്ക്ക് പുറമെ ഹിന്ദു ദേവതകളെ പ്രകീർത്തിക്കുന്ന ഭാഗം കൂടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആലപിക്കണം എന്നുള്ളത് ഏതാണ്ട് നിർബന്ധമാക്കുന്നത്. ഈ പറയുന്ന നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ സിനാരിയോ ഒരുപക്ഷെ ബംഗ്ലാദേശിൽ വരുംകാലത്ത് കാണാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. അതിന് ഓപ്പോസിറ്റായുള്ളൊരു കാര്യം, ഈ വോട്ടെടുപ്പിനോടൊപ്പം ഒരു റഫറൻഡം കൂടി നടന്നിട്ടുണ്ട്. ജൂലൈ ചാർട്ടർ എന്ന പേരിൽ ഭരണഘടന നവീകരിക്കുന്നതിനെ ചൊല്ലിയും ഭരണക്രമം നവീകരിക്കുന്നതിനെ ചൊല്ലിയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ ടെനർ 2 തവണയാക്കി ചുരുക്കുക എന്നതാണ്. അതോടൊപ്പം സെക്യുലർ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ ജുഡീഷ്യറിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന തരത്തിലുള്ള റഫറൻഡമാണ് നടന്നത്. ആ റഫറൻഡവും പാസ്സായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. റഫറൻഡത്തിനും യെസ് വോട്ടാണ് കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പുതിയൊരു സർക്കാർ വരുന്നു, പുതിയൊരു ഭരണക്രമവും പുതിയൊരു ഭരണത്തോടുള്ള സമീപന രീതിയും ചില റെഗുലേഷൻസ് കൂടി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശി ജനത ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് പോസിറ്റീവായി പ്രതീക്ഷിക്കാം എന്ന് കരുതാം. അതോടൊപ്പം അവസാനമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എന്ന് പറയുന്നത് വലിയ തോതിൽ വികസിച്ചതാണ്. പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കൂടുതൽ വിശാലമായതാണ്. വ്യാപാര കരാറുകൾ ഉണ്ടാകുന്നു, ഈ പറയുന്ന ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് റൂട്ടുകൾ ഉണ്ടാകുന്നു, നദീജല തർക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഏതാണ്ട് 40 നദികളുണ്ട് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നു. ഇതിൽ പലതിലും തർക്കത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, ചിലതിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. പൂർണ്ണമായി അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു പോസിറ്റീവായ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു. അതുപോലെ ബംഗ്ലാദേശിൽ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഘടനകൾക്കെതിരെ ബംഗ്ലാദേശ് സർക്കാർ വലിയ തോതിൽ നടപടികൾ എടുക്കുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് ഒരു നയതന്ത്ര വിജയമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും വലിയ തോതിൽ മുന്നോട്ട് പോയി എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ രാഷ്ട്രീയ അഭയം നൽകുന്നത്. ആ രാഷ്ട്രീയാഭയം ഇപ്പോഴും ഇവിടെയുണ്ട്. ഷെയ്ഖ് ഹസീന ഇവിടെ തന്നെ ഉണ്ട്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് ബംഗ്ലാദേശ് സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം ഒരുപക്ഷെ പുതിയ സർക്കാർ മുന്നോട്ട് വച്ചേക്കാം. ഷെയ്ഖ് ഹസീന മാത്രമല്ല, അവരുടെ ആഭ്യന്തരമന്ത്രിയുണ്ട്, അവരുടെ കുറച്ച് അനുയായികളുണ്ട് ഇന്ത്യയിൽ, അവരോടൊപ്പമാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. അപ്പോൾ ഇവരെ തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ അവരെ വിചാരണയ്ക്കായിട്ടോ അല്ലെങ്കിൽ വിചാരണ കഴിഞ്ഞ ശേഷമുള്ള ശിക്ഷാവിധി നടപ്പാക്കലിന് വേണ്ടിയിട്ടോ അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് അയക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചേക്കാം. ഇതിലൊരു കോൺട്രഡിക്ഷൻ ഇന്ത്യക്കുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഷെയ്ഖ് ഹസീനയെ സപ്പോർട്ട് ചെയ്യാൻ വേണം, മറുഭാഗത്ത് ഷെയ്ഖ് ഹസീനയും അവാമി ലീഗിനും എതിരായി നിൽക്കുന്ന BNPയുടെ പ്രധാനമന്ത്രിയെ അംഗീകരിക്കുകയും ആ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഈ കോൺട്രഡിക്ഷൻ ഇന്ത്യക്ക് വലിയ അതായിരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധത്തിൽ കാണാൻ പോകുന്ന ഏറ്റവും പ്രതീക്ഷിക്കേണ്ട കാര്യം, അതല്ലെങ്കിൽ കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നാണ്. ലോക രാഷ്ട്രീയ നിരീക്ഷകരുടെ
വിലയിരുത്തലിൽ ഇന്ത്യ ഒരു കാരണവശാലും ഷെയ്ഖ് ഹസീനയെയും അദ്ദേഹത്തിൻ്റെ അവരുടെ പരിവാരത്തെയും വിട്ടുകൊടുക്കുകയില്ല, അല്ലെങ്കിൽ അവരെ ഒരു തൂക്കുകയറിലേക്ക് ഇന്ത്യ വിട്ടുകൊടുക്കുകയില്ല എന്ന നിരീക്ഷണമാണ് പൊതുവെ ലോകരാഷ്ട്രീയത്തിൽ നിരീക്ഷിക്കുന്ന ആളുകൾക്കുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോവുകയില്ല. അതിന് കാരണം ബംഗ്ലാദേശിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പങ്കുണ്ട്, മുജീബ് റഹ്മാനുമായി ഉണ്ടായിരുന്ന ബന്ധമുണ്ട്, അതിനുശേഷമുള്ള അവാമി ലീഗുമായി തുടരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ബന്ധമുണ്ട്. ഇപ്പോഴത്തെ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഇന്ത്യയോട് ഏറ്റവും അടുത്തു നിന്ന പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവാമി ലീഗ് ആയിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യ അക്കാര്യത്തിൽ ഒരു സമ്മർദ്ദത്തിന് കീഴടങ്ങില്ല എന്നാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ വിശ്വാസം. ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾ ഏത് വിധത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി നിൽക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിൽ ഈ പറയുന്ന പുതിയ സർക്കാർ വന്നതിന് ശേഷം, അവാമി ലീഗ് സർക്കാരിനെ മാറ്റി പുതിയ സർക്കാർ ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു, ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതിനോട് ഇന്ത്യ വലിയ തോതിൽ റിയാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് ഏത് വിധത്തിലായിരിക്കും ബംഗ്ലാദേശിൽ ഇനി വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് BNP വരുന്ന ഘട്ടത്തിൽ. അതും ഈ ബന്ധത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാകും. തീർച്ചയായിട്ടും ഇന്ത്യൻ ഒറിജിനുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായ ബംഗ്ലാദേശികളുടെ അവിടുത്തെ സുരക്ഷ അത് സംബന്ധിച്ച് എടുക്കുന്ന നിലപാടുകൾ, പുതിയ സർക്കാർ എടുക്കുന്ന നിലപാടുകളും നടപടികളുമെല്ലാം ഈ കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം ഈ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് ഹിന്ദു പീഡനം മാത്രമല്ല ഉണ്ടായത്. ഫുട്ബോൾ കളിക്കുന്ന പെൺകുട്ടികളെ എറിഞ്ഞോടിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ പർദ്ദ ധരിക്കണം എന്ന് നിർബന്ധിച്ച് തെരുവിൽ വടിയുമായി ഇറങ്ങുന്ന സന്ദർഭങ്ങളുണ്ടായി. ഇതേ ചൊല്ലി ഇത് ഗ്രാമത്തിലെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് നഗരത്തിലെ മാത്രം പ്രശ്നമാണ്, നഗരത്തിലെ സ്ത്രീകൾ ഫെമിനിസ്റ്റുകൾ ഉന്നയിക്കുന്ന പ്രശ്നമാണ് എന്നാണ് ഒരു ജമാഅത്ത് നേതാവ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ചൊരു സ്പേസ് കിട്ടിയ ഘട്ടത്തിൽ തന്നെ, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകൾക്ക് എന്ന് പറയുന്നതാണ് കുറേ കൂടി ശരി, അവർക്ക് അല്പം ഒരു രാഷ്ട്രീയ സ്പേസ് കിട്ടിയിടത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഹിന്ദു പീഡനമുണ്ടായിട്ടുണ്ട്, സ്ത്രീ പീഡനങ്ങളുണ്ടായിട്ടുണ്ട്, സ്ത്രീകളെ വിലക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇക്കഴിഞ്ഞ 2024 ജൂലൈയിൽ സംഭവിച്ച ഈ മാറ്റത്തിന് ശേഷം വളരെ വിസിബിളായി ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം തുടർന്നുള്ള കാലത്തും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അവാമി ലീഗ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ട്. രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയല്ല അവർ, നേതാക്കളൊക്കെ പുറത്താണ്. പക്ഷേ അവാമി ലീഗിന് അവിടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അവാമി ലീഗിൻ്റെ പ്രവർത്തകരുണ്ട്. അവാമി ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ ഒരു രാഷ്ട്രീയം, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് അവാമി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടി ഇനി ബംഗ്ലാദേശ് ഭൂപടത്തിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യവും കൂടെ ഉണ്ടല്ലോ. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ തുടർന്നാലും, അവരുടെ രാഷ്ട്രീയ അഭയം ഇന്ത്യയിൽ തുടർന്നാലും, ഈ പാർട്ടി എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഈ പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇത്തരം ക്വസ്റ്റ്യനിലൂടെ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവാമി മുസ്ലിം ലീഗ് എന്നത് പിന്നീട് അവാമി ലീഗായി തീർന്ന ബംഗ്ലാദേശിൻ്റെ സ്ഥാപക രാഷ്ട്രീയ സംഘടനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് എന്താണോ അതുപോലെയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതിൽ അവാമി ലീഗ് ഒരുപക്ഷെ ലോകസമ്മർദ്ദമുണ്ടാകാം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇടം നൽകണം എന്ന ലോകസമ്മർദ്ദമുണ്ടാകാം, അതല്ലെങ്കിൽ വാനിഷ് ചെയ്യപ്പെട്ടു പോകാം. രണ്ട് തരത്തിലുള്ള അസ്തിത്വമാണ് അവാമി ലീഗിനുള്ളത്. ഒന്ന്, അവിടുത്തെ പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയ പാർട്ടി, അവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനമായ രാഷ്ട്രീയ പാർട്ടി. അതോടൊപ്പം തന്നെ ബംഗാൾ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി കൂടിയാണ്. ഇത് ബംഗാളി ദേശീയതയും മറ്റേത് ബംഗ്ലാദേശി ദേശീയതയുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് തരം അസ്തിത്വമാണ് അവാമി ലീഗിനുള്ളത്. അത് ഒരു പക്ഷേ അതിൻ്റെ ഒരു എർജിൽ നിന്ന് അത് ഒരു പക്ഷേ വീണ്ടും പൊളിറ്റിക്സിലേക്ക് വന്നേക്കാം, നിരോധനം നീക്കപ്പെട്ടേക്കാം, വീണ്ടും രാഷ്ട്രീയത്തിൽ വന്നേക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ അത് മറ്റു പല ദേശങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ വാനിഷ്ഡായി പോകുന്നത് പോലെ ഇല്ലാതായി പോകാം. എന്തായാലും ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ്, ഒരു ഇടക്കാല സർക്കാർ, ഒരു സർക്കാരിനെ
ജൻസി പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാകുന്നു. ആ ഇടക്കാല സർക്കാരിനെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതിനെല്ലാം ഒടുവിൽ അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ നടന്നു. അവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉണ്ടാകാൻ പോകുന്നു. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ട കാലത്തുണ്ടായതുപോലൊരു മതനിരപേക്ഷ ജനാധിപത്യമായി ബംഗ്ലാദേശ് തുടരുമോ? അതിൽ മാറ്റങ്ങളുണ്ടാവുമോ? മാറ്റങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ തുടർന്നങ്ങോട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോവുക, ഇതൊക്കെ വരും ദിവസങ്ങളിൽ വളരെ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും. അതാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ പ്രധാനമാക്കുന്നത്. അതിനൊപ്പം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വളരെ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു പുതിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം, അദ്ദേഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ, ഇത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.